നിരവധി സ്മാർട്ട് ഫോണുകളാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ദിനംപ്രതി ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു ഫോൺ അതിനകത്ത് നിന്ന് വാങ്ങണമെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷനാണ് അല്ലേ, ഏത് ഫോൺ വാങ്ങണം, നമ്മൾ വാങ്ങുന്ന ഫോൺ വാങ്ങി നമുക്ക് പണി കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ പലർക്കും ഉണ്ട്. നമുക്കൊക്കെ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് ഏതാണ് ബെസ്റ്റ് ഫോൺ. അത്തരത്തിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന തരത്തിൽ ഒരു 6 മികച്ച സ്മാർട്ട് ഫോണുകളെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വാങ്ങാവുന്ന മികച്ച 6 സ്മാർട്ട് ഫോണുകളാണ്. എന്തുകൊണ്ടാണ് 25,000 രൂപ പ്രൈസ് റേഞ്ചിലെ ഫോണുകളുടെ വീഡിയോ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൂടുതൽ ആളുകളും നമ്മളോട് ചോദിക്കുന്നത് ഒരു 25,000 റുപ്പീസ് പ്രൈസ് റേഞ്ചിൽ നല്ല ഫോൺ ഏതാണെന്നാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ആളുകൾ കൂടുതലും വാങ്ങുന്ന ഫോണിൻ്റെ പ്രൈസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഒരു 25,000 ഒക്കെയാണ്. നേരത്തെയൊക്കെ അണ്ടർ 15,000 ഒരുവിധം നല്ല ഫോണുകൾ കിട്ടുമായിരുന്നു. ഇപ്പോഴും ഫോൺ കിട്ടും, പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ബെസ്റ്റ് ഫോൺ, ഒരു വിധം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഫോണൊക്കെ വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു 25,000 ഇപ്പോൾ മുടക്കേണ്ട അവസ്ഥയാണ്. എനിവേ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മികച്ച 6 ഫോണുകൾ. അതിനകത്ത് ആദ്യം എനിക്ക് പറയാനുള്ളത് റിയൽമി അടുത്തിടെ പുറത്തിറക്കിയ റിയൽമി P3 അൾട്ര എന്ന സ്മാർട്ട് ഫോണാണ്. സത്യസന്ധമായിട്ട് പറയുന്നു, റിയൽമി ഒരുപാട് ഫോണുകൾ സാധാരണ ബ്രാൻഡുകളെ അപേക്ഷിച്ച് കൂടുതലായി പുറത്തിറക്കുന്നുണ്ട്. ഈ അടുത്തിടെ തന്നെ അവർ P3 പ്രോയോ അങ്ങനെ കുറേ പേരിൽ കുറേ ഫോണുകളൊക്കെ പുറത്തിറക്കി. അതിനേക്കാളും ഒക്കെ എനിക്ക് ഈ P3 അൾട്ര കുറച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഡിസ്പ്ലേ കോഡ് കർവ് ഡിസ്പ്ലേ ആണ്, അതുപോലെ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്, അതുപോലെ പെർഫോമൻസ് ഒരു നല്ല പെർഫോമൻസ് ഉണ്ട്, ക്യാമറയും നല്ലതായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടൊക്കെ ഒരുവിധം പ്രൈസിങ് ബെറ്റർ പ്രൈസിങ് ആയിരുന്നു P3 അൾട്രയുടെ. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് വന്നിട്ട് 6.83 ഇഞ്ചിൻ്റെ 120 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള, അതും 1.5K റെസൊല്യൂഷനൊക്കെ വരുന്ന ക്വാഡ് കർവ്ഡ് 4 സൈഡും കർവായിട്ട് വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെയുള്ള സ്മാർട്ട് ഫോൺ ആയിരുന്നു P3 അൾട്ര. കൂടാതെ MediaTekന്റെ Dimensity 8350 എന്ന് പറയുന്ന പവർഫുൾ ആയിട്ടുള്ള പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. ക്യാമറയുടെ കാര്യം പറഞ്ഞാൽ ബാക്കിൽ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി സെൻസർ, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറും ഒക്കെ ആയിട്ട് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് 6000 mAh ബാറ്ററി കപ്പാസിറ്റിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 8GB റാം 128GB സ്റ്റോറേജ് ഓപ്ഷന്റെ വില എന്ന് പറയുന്നത് 26,999 രൂപയാണ്. 26,999 രൂപയാണെങ്കിലും നമുക്ക് ഏത് ബാങ്ക് കാർഡ് ഉപയോഗിച്ചുകൊണ്ടും എല്ലാ ബാങ്കിന്റെ കാർഡുകൾക്കും 3000 രൂപയോളം ഡിസ്കൗണ്ട് ഓഫർ കൂടിയുണ്ട്. അപ്പോൾ 27,000 രൂപ വില വരുന്നത് നമുക്ക് 24,000 രൂപയ്ക്ക് 23,999 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ഓൺലൈൻ പർച്ചേസ് ആണ്, കാർഡ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ബാങ്കിന്റെ അത് വെച്ച് പർച്ചേസ് ചെയ്താൽ 3000 രൂപ ഡിസ്കൗണ്ട് വരും. അണ്ടർ 25,000 P3 അൾട്ര നമുക്ക് ചുരുക്കി പറഞ്ഞാൽ വാങ്ങാം. നല്ലൊരു ചോയ്സ് ആണ്. നമ്മൾ ഇത്തരത്തിൽ ഫോണുകളെ സെലക്ട് ചെയ്യുമ്പോൾ വെറുതെ നമുക്ക് തോന്നുന്ന കുറേ നല്ല ഫോണുകൾ മാത്രമല്ല സെലക്ട് ചെയ്യുന്നത്, അതായത് ഫോണുകളുടെ റേറ്റിംഗ്, അതായത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൂടെ ആളുകൾ വാങ്ങുന്നവരുടെ റേറ്റിംഗ് കൂടെ നോക്കിയിട്ടാണ് ഈ ഫോണുകളെ തിരഞ്ഞെടുക്കുന്നത്. അത്തരത്തിൽ റിയൽമി P3 അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഏകദേശം 108 പേർ റേറ്റ് ചെയ്തിട്ടുണ്ട്. 4.4 ആണ് ഇതിന്റെ ഒരു റേറ്റിംഗ്. ഈ 108 റേറ്റിംഗ് എന്ന് പറയുന്നത് കുറഞ്ഞു പോയതിന്റെ കാരണം ഫോൺ റിലീസായിട്ട്, അതായത് ഓൺലൈനിൽ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ 108 പേരിൽ നിന്നും 4.4 ആണ് എൻ്റെ ഒരു റേറ്റിംഗ്. ഈ ഒരു ഫോൺ ഈ പറഞ്ഞ പോലെ ഗെയിമിങ്ങിന് ഒരുവിധം കൊള്ളാം, അതുപോലെ ക്യാമറ കൊള്ളാം, നല്ല ഡിസ്പ്ലേ ആണ്, മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. ഓവറോൾ കൊള്ളാം, നീറ്റ് ആയിട്ടുള്ളൊരു ഫോണാണ് റിയൽമിയുടെ P3 അൾട്ര. അത് കഴിഞ്ഞാൽ മറ്റൊരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമുക്ക് പരിഗണിക്കാവുന്നത് നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന നത്തിങ് ഫോൺ 3A എന്ന പേരിൽ ഏറ്റവും പുതുതായിട്ട് അവർ പുറത്തിറക്കിയ സ്മാർട്ട് ഫോണാണ്. 3Aയും 3A പ്രോയും പുറത്തിറക്കി. അതിലെ 3A ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രൈസ് പോയിന്റിൽ ടെലിഫോട്ടോ ക്യാമറ നൽകുന്നുണ്ട്. നല്ല ഒരുവിധം നാച്ചുറൽ ഫോട്ടോസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ 6.77 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. അതുപോലെ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കരുത്ത് പകരുന്നത്. ബാക്കിൽ 3 ക്യാമറ, 50 MB പ്രൈമറി, 50 MB ടെലിഫോട്ടോ, 8 മെഗാ പിക്സൽ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ തന്നെ 32 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ, 5000 mAh ബാറ്ററിയും 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട്. ഒരു കുഴപ്പമെന്ന് പറയുന്നത് ചാർജർ ഇല്ല. നത്തിങ്ങിന്റെ ഒരു ഫോണിലും അവർ ചാർജർ നൽകിയിട്ടില്ല. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 8GB റാം 128GB സ്റ്റോറേജിന്റെ വില എന്ന് പറയുന്നത് 24,999 രൂപയാണ്. ഈ ഒരു നത്തിങ് ഫോൺ 3A എന്ന് പറയുന്ന ഫോൺ ഏകദേശം 7,646 പേർ ചേർന്ന് നൽകിയ റേറ്റിംഗിൽ 4.5 റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. ഔട്ട് ഓഫ് 5 അല്ലേ, ഇത്രയും പേർ. കാര്യം ഈ ഫോൺ റിലീസായിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് 7,646 പേർ റേറ്റിംഗ് കൊടുത്തു. അപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ വാങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ അത് തന്നെ 4.5 റേറ്റിംഗ് വരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അടുത്തതായിട്ട് ലിസ്റ്റിൽ മൂന്നാമതുള്ള ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ സ്മാർട്ട് ഫോണാണ്. റിയൽമി GT60 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു അടിപൊളി സ്മാർട്ട് ഫോൺ തന്നെയാണ്. കാരണം ഇതിനകത്ത് 6.78 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള LTPO AMOLED ഡിസ്പ്ലേ ആണ്. ഇന്ന്
നമ്മൾ ഈ ലിസ്റ്റിൽ പരിശോധിക്കുന്ന ഫോണുകളിൽ എല്ലാം ഒന്നും LTP റിഫ്രഷ് റേറ്റ് വരുന്നില്ല. 1 to 120 ഹെഡ്സ് റിഫ്രഷ് വേരി ചെയ്യുന്ന തരത്തിലുള്ള റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു റിയൽമി GT60യുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ നത്തിങ് ഫോൺ 3A എന്ന് പറയുന്ന ഫോൺ നിങ്ങൾ നോക്കുന്നെങ്കിൽ അതൊരു ഓവറോൾ എക്സ്പീരിയൻസ്, എസ്പെഷ്യലി ക്ലീൻ സോഫ്റ്റ്വെയർ ആണ്, നല്ല ക്യാമറ, ആ ഒരു രീതിയിൽ നോക്കണം. P3 Ultra എന്ന് പറയുന്ന റിയൽമിയുടെ ഫോണാണ് നോക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഗെയിമിംഗ്, അതുപോലെ ക്യാമറ, നല്ല ഡിസ്പ്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നോക്കണം. ഇവിടെ റിയൽമി GT60യുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. മികച്ച പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. അതായത് 15 ലക്ഷം ANTUTU സ്കോറൊക്കെ സമ്മാനിക്കുന്ന നല്ല ഗെയിമിങ്ങിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമി GT60. അപ്പോൾ 6000 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. എനിക്ക് തോന്നുന്നു ഇന്നുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഫോണാണ് റിയൽമി GT60 എന്ന് തോന്നുന്നു. അതുപോലെ Qualcomm Snapdragon 7S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോൺ കരുത്ത് വരുന്നത്. 50 MP പ്രൈമറി ക്യാമറ, 8 MP അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 32 മെഗാ പിക്സലിലെ സെൽഫി സെൻസർ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. 5500 mAh ബാറ്ററിയും 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ബാറ്ററി സൈഡും ബെറ്റർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കാര്യത്തിൽ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. സ്റ്റീരിയോ സ്പീക്കറുകളാണ്, അത് ഇന്ന് ഈ പറയുന്ന എല്ലാ ഫോണുകളും സ്റ്റീരിയോ സ്പീക്കറുകളാണ്. 8GB 128GB വില എന്ന് പറയുന്നത് 24,999 രൂപയാണ്. അതുപോലെ 2464 പേർ ചേർന്ന് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 4.5 ആണ്. പക്ഷേ 2464 പേർ എന്ന് പറയുന്ന ആ ഒരു എണ്ണം സൂചിപ്പിക്കുന്നത് അത്ര ഒരു ബെറ്റർ അല്ല. ഇത്രയും നാളായിട്ട് ഇത്രയും പേര് റേറ്റിംഗ് കൊടുത്തോളൂ എന്നൊരു സംശയമുണ്ട്. പക്ഷേ എന്തായാലും കൊടുത്തവർ 4.5 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം സെയിൽ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും ഫോൺ അടിപൊളിയാണ്. അടുത്തത് നിങ്ങളൊരു പക്ഷേ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവുള്ള ഒരു ബ്രാൻഡിന്റെ ഫോണാണ്. പോക്കോ എന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന പോക്കോ F6 എന്ന് പറയുന്ന ഫോണാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ല ഫോണുകളെ നല്ല ഫോൺ എന്ന് പറയേണ്ടതുണ്ട്, അല്ലേ? പോക്കോ F6 എന്ന് പറയുന്നത് ഒരു നല്ല ഫോൺ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ വാല്യൂ ഫോർ മണിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എനിക്കറിയാം. പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡ് ഈ പറഞ്ഞതുപോലെ മദർ ബോർഡ് ഇഷ്യൂ ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട്, ലൈൻ ഇഷ്യൂ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വന്നിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതുകൊണ്ടാണ് അതിനുശേഷം അവർ പുറത്തിറക്കിയ ഫോണുകൾ ഇത്രയും അഗ്രസീവ് പ്രൈസിംഗിൽ പുറത്തിറക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ ബെറ്ററായ രണ്ട് ബ്രാൻഡുകളാണ് പോക്കോയും അതുപോലെ OnePlus. ഈ ലൈൻ ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് തന്നെ അവരുടെ പിന്നീട് വന്ന ഫോണുകൾ ആദ്യം സെയിൽ കുറഞ്ഞുകൊണ്ടായിരിക്കണം പ്രൈസ് നല്ല അഗ്രസീവ് പ്രൈസ് ആയിട്ട് പുറത്തിറക്കി. അത്തരം ഒരു ഫോണാണ് പോക്കോ F6. ഇതും ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ റിയൽമി GT60 പറഞ്ഞതുപോലെ 1.5 മില്യൺ ANTUTU സ്കോറുമായിട്ടൊക്കെ വരുന്ന സ്മാർട്ട് ഫോണാണ് പോക്കോ F6. 6.67 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള AMOLED ഡിസ്പ്ലേ, അതും 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റുമായിട്ട് വരുന്നു. Snapdragon 8S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. നമുക്ക് 50 MB പ്രൈമറി ക്യാമറ, 8 MB വൈഡ് ആംഗിൾ, 20 MB ഒരു സെൽഫിയാണ്, 5000 mAh ബാറ്ററി, അതുപോലെ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്. 8GB RAM 256GB വേരിയന്റിന് 22,999 രൂപയേ ഉള്ളൂ. നോക്കിയ റിയൽമി GT60യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ 2000 രൂപയുടെ കുറവ് പോക്കോ F6-നാണുള്ളത്. തമ്മിൽ നോക്കുമ്പോൾ ഏകദേശം ഇച്ചിരി അപ്പർ ഹാൻഡ് GT60 ഉണ്ടെങ്കിലും പ്രൈസ് പോയിന്റിൽ ഒരു 2000 രൂപയുടെ കുറവ് പോക്കോ F6-ന് ഒരു അഡ്വാൻറ്റേജ് നൽകുന്നു. ഈ ഒരു ഫോണിന്റെ റേറ്റിംഗ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 11,582 പേർ നൽകിയ റേറ്റിംഗിൽ നിന്നും 4.3 ആണ് ഈ ഒരു ഫോണിന്റെ റേറ്റിംഗ് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നൽകുന്ന മികച്ച ഒരു ഫോൺ മോട്ടറോളയുടെ മോട്ടറോള എഡ്ജ് 50 നിയോ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. എസ്പെഷ്യലി ക്യാമറയ്ക്ക് നല്ലൊരു ഫോണാണ് മോട്ടറോള എഡ്ജ് 50 നിയോ. നേരത്തെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതായത് ഒരു വർഷം മുമ്പ് ഇറക്കുന്ന മോട്ടറോള ഫോണുകളിൽ പൊതുവെ ആളുകൾ പറഞ്ഞിരുന്ന ഒരു പേരുദോഷം എന്ന് പറയുന്നത് ക്യാമറ കൊള്ളത്തില്ല മോട്ടറോളയുടെ, ബാക്കിയെല്ലാം കൊള്ളാം എന്നായിരുന്നു. അതുപോലെ സർവീസും മോശമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മോട്ടറോള പുറത്തിറക്കിയ ഫോണുകളുടെ അവർ അത് കേട്ടു. ആ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് കൊള്ളില്ല എന്നുള്ളത് അവർ കേട്ടിട്ടാവണം അവർ കാര്യമായിട്ട് ക്യാമറ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനൊരു നല്ല ഉദാഹരണമാണ് മോട്ടറോള എഡ്ജ് 50 നിയോ. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് 50 MB പ്രൈമറി ക്യാമറ, അതുപോലെ 10 MB ഒരു ടെലിഫോട്ടോ സെൻസർ നൽകിയിട്ടുണ്ട്. 13 MB വൈഡ് ആംഗിൾ ക്യാമറ, 32 മെഗാ പിക്സലിലെ സെൽഫി സെൻസറൊക്കെയാണ് നൽകിയിരിക്കുന്നത്. നല്ല ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കാഴ്ചവെക്കുന്നത്. അതുപോലെ 6.4 ഇഞ്ചിന്റെ POLED 120 ഹെഡ്സിന്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മീഡിയടെക്കിന്റെ Dimensity 7300 എന്ന് പറയുന്ന പ്രോസറാണ്. 6,75,000 ഒരു ANTUTU സ്കോർ ഉണ്ട്. ഭയങ്കര ഗെയിമിംഗ് ഒന്നുമില്ല, എങ്കിലും സാധാരണ രീതിയിൽ ഒരു മീഡിയം സെറ്റിങ്ങിലൊക്കെ ഗെയിമൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് കളിക്കാനാകും. വീഗൽ ലെതർ ഫിനിഷാണ്. കണ്ടാൽ തന്നെ ഒരു ഭയങ്കര ഒരു സെറ്റപ്പ് നമുക്ക് ഫീൽ ചെയ്യും. IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഈ ഒരു ഫോണിനെ ഈ ഒരു പറയുന്ന 6 ഫോണുകളിലുള്ളൂ. ഇതിനൊരു ദോഷമുണ്ട്. 4310 mAh ഒരു ബാറ്ററിയേ ഉള്ളൂ. ഇപ്പോൾ അറിയാലോ 6000, 6500, 7300 mAh ഒരു ഫോണും അടുത്ത മാസം ലോഞ്ച് ആകും. അപ്പോൾ അവിടെയാണ് 4310 mAh ഓൺ ഡേ ബാറ്ററി ലൈഫ്. കാരണം മോട്ടോറോളയുടെ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന് പോലുള്ള ഒരു അധികം ബ്ലോട്ട്വെയർസ് ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്. അതുകൊണ്ട് തന്നെയും സാധാരണ ഫോണുകൾ ഡ്രെയിൻ ആവുന്ന പോലെ ഇതിന്റെ ബാറ്ററി ഡ്രെയിൻ ആവില്ലെങ്കിലും 4310 എന്ന് പറയുന്ന ഒരു കുറവ് തന്നെയാണെന്ന് പറയാം. 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കൂട്ടത്തിൽ വയർലെസ് ചാർജിംഗ് മോട്ടറോള എഡ്ജ് 50 നിയോയ്ക്ക് നൽകിയിട്ടുമുണ്ട് എന്നുള്ളത് ഓർക്കണം. ഇതിന്റെ വിലയാണ് അഗ്രസീവ്. ഓക്കെ, 20,999 രൂപയ്ക്കാണ് 8GB RAM 256GB ഇന്റർണൽ സ്റ്റോറേജ് ഓപ്ഷൻ നൽകുന്നത്. ഇതിന്റെ റേറ്റിംഗ്
22,325 പേർ റേറ്റ് ചെയ്ത ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 4.4 ആണ്. നോക്കി എന്തുമാത്രം സെയിൽ ഈ ഫോണിൻ്റെ നടന്നിരിക്കുന്നു എന്ന റേറ്റിംഗ് ചെയ്തവരുടെ എണ്ണം സൂചിപ്പിക്കുന്നു. ഇതുവരെ പറഞ്ഞ എല്ലാ ഫോണുകളിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് റേറ്റിംഗ് വന്നത് 22,325 എന്ന് പറയുന്നത് അത്രയും ആളുകൾ റേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്രയും ആളുകൾ അതിൽ കൂടുതൽ ആളുകൾ മേടിച്ചില്ല. എല്ലാവരും നമ്മളൊക്കെ ഫോൺ വാങ്ങുമ്പോൾ ഓൺലൈൻ മേടിച്ച് എല്ലാവരും റേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല. അപ്പോൾ അത്രയും പേർ റേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെയൊക്കെ ഇരട്ടിയിലധികം ആളുകൾ ഒരുപക്ഷെ മേടിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇനി അടുത്തായിട്ട് ഒരു ഫോൺ കൂടിയേ പറയാനുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് ആണ് ഇനി പറയാൻ പോകുന്ന ഫോൺ. അതായത് ഓവറോൾ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, ഗെയിമിംഗ് മാത്രമല്ല, ഒരു മൊത്തത്തിൽ സോഫ്റ്റ്വെയർ ക്ലീൻ ആയിരിക്കണം, നല്ല ക്യാമറ ആയിരിക്കണം, നല്ല ബിൽഡ് ക്വാളിറ്റി വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന രീതിയിലൊരു ഫോണാണെങ്കിൽ OnePlusന്റെ നോഡ് C4 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വാങ്ങാം. ഇതിന് മികച്ച റേറ്റിംഗ് ആണ്. 20,122 പേർ ചേർന്ന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് 4.5 ആണ്. അത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല റേറ്റിംഗ് അല്ലേ? 4.5 അത്രയും പേരിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞ് കളിച്ച കാര്യമല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞ പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡും OnePlus എന്ന് പറയുന്ന ബ്രാൻഡ് കേൾക്കുമ്പോൾ പേടിക്കുന്നുണ്ട് പലരും എന്നുള്ള സത്യമാണ്. പക്ഷേ OnePlus ചെയ്യുന്നൊരു ഗുണമുണ്ട്. ഈ പറയുന്ന പർട്ടിക്കുലർ ഫോണിലുണ്ടോ എന്ന് എനിക്കറിയില്ല. OnePlusന്റെ പുതിയ ഫോണുകളിലൊക്കെ ഈ പറഞ്ഞ ലൈൻ ഇഷ്യൂ വന്നാൽ ലൈഫ് ടൈം വാറണ്ടി കൊടുത്ത് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് മറ്റൊരു ബ്രാൻഡ് ചെയ്യുന്നില്ല. അത് ആക്ച്വലി OnePlus ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. 6.7 ഇഞ്ചിന്റെ 120 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള ഫ്ലാറ്റ് അമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത്. Qualcomm 7 Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. അതുപോലെ 50 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 16 MB സെൽഫി സെൻസർ, 5500 mAh വിത്ത് 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. നല്ല ബാറ്ററി കപ്പാസിറ്റി, നല്ല ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. 8 GB RAM 128ന്റെ വില 21,999 രൂപയാണ്. അപ്പോൾ ഇതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ 4.5 റേറ്റിംഗ് ഉണ്ട്. 20,122 പേർ ചേർന്ന് നൽകിയത് ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയും 6 ഫോണുകൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് വീണ്ടും കൺഫ്യൂഷനായി, വീണ്ടും ഒരു 6 ഫോൺ പറഞ്ഞു, ഇതിനകത്ത് നിങ്ങൾ ഏത് മേടിക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നത് നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടെ ഫോണിൻ്റെ യൂസ് അനുസരിച്ച് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഗെയിമിംഗ് ഭയങ്കരമായിട്ട് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് റിയൽമി GT60 പോക്കോ F6 വാങ്ങാം. അതല്ല ഒരു ഓവറോൾ എക്സ്പീരിയൻസ്, ഒരു സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നൊക്കെയുള്ള മികച്ചൊരു ഓവറോൾ എക്സ്പീരിയൻസ് ആണ് നോക്കുന്നെങ്കിൽ OnePlus നോഡ് C4 അതുപോലെ നത്തിങ് ഫോൺ 3A വാങ്ങാം. അതുപോലെ മികച്ച ക്യാമറയ്ക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ, അതുപോലെ സോഫ്റ്റ്വെയറും ഒക്കെ നോക്കുകയാണെങ്കിൽ മോട്ടറോള എഡ്ജ് 50 Neo വാങ്ങാം. റിയൽമി P3 Ultra അതും ഗെയിമിംഗ് നോക്കുന്നുണ്ട്, ക്യാമറയും വേണം, നല്ല ക്വാഡ് കർവ് ഡിസ്പ്ലേ, മൾട്ടിമീഡിയ എക്സ്പീരിയൻസും ഒക്കെ നല്ലത് വേണം എന്നുള്ള രീതിയിലാണെങ്കിൽ റിയൽമി P3 Ultrയും നോക്കാം. ഇനി ഇതിനകത്ത് നിന്ന് ഈ 6 ഫോണുകളിൽ നിന്ന് ഞാൻ പേഴ്സണലി ഒരു ഫോൺ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നത്തിങ് ഫോൺ 3A അല്ലെങ്കിൽ OnePlus നോഡ് C4 ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. ഈ 2 ഫോണുകൾ ഏകദേശം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ രണ്ടിനകത്ത് ആയിരിക്കും ഫൈനൽ വരുന്നത്. അതിനകത്ത് നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ് ഫോൺ 3A തന്നെ തിരഞ്ഞെടുക്കും. കാരണം ഈ പറഞ്ഞ OnePlus നോഡ് C4 ഇറങ്ങിയിട്ട് കുറച്ചായി. നത്തിങ് ഫോൺ 3A കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആണ്. അപ്പം നമ്പർ ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഒക്കെ കുറച്ചുകൂടെ കിട്ടാൻ കൂടുതൽ കാലം കിട്ടുന്നത് കുറച്ചുകൂടി നത്തിങ് ഫോൺ 3A ലേറ്റസ്റ്റ് ലോഞ്ച് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ നത്തിങ് ഫോൺ 3 ആയിട്ട് മുന്നോട്ട് പോകും.